ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 151 മുതൽ 157 വരെയുള്ള ഖണ്ഡികകളാണ്. നമുക്കൊരു നിമിഷം ഈശോയുടെ ഹൃദയത്തോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ ഒരു പ്രധാന വശമായ സ്വാന്തനത്തിൻ്റെ ഭക്തിയെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഇതിൽ വിവരിക്കുക. ഇതിൽ 3 പ്രധാന ഖണ്ഡികയിലുണ്ട്. 151 ഖണ്ഡികയിൽ സ്വാന്തനത്തിൻ്റെ ഭക്തി എന്ന തലക്കെട്ടിലും 152, 153 ഖണ്ഡികകൾ ഈശോയോടൊപ്പം കുരിശിൽ എന്ന തലക്കെട്ടിലും 154 മുതൽ 157 വരെയുള്ളത് ഹൃദയത്തിൻ്റെ യുക്തി എന്ന തലക്കെട്ടിലുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ കാണുക. ഇതൊരു കേവലം ഒരു അനുസ്മരണത്തിന് അപ്പുറം, അതായത് ഈശോയുടെ ഹൃദയത്തോടുള്ള ഭക്തി ഒരു കേവലം ഒരു അനുസ്മരണത്തിനപ്പുറം നമ്മുടെ പാപങ്ങളെ പ്രതിയുള്ള ക്രിസ്തുവിൻ്റെ വേദനയെയും അവൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാനുള്ള നമ്മുടെ ആഗ്രഹത്തെയും എടുത്തു കാണിക്കുന്നുവെന്നാണ് പ്രധാനമായിട്ടും പറയുക. 151 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാന്തനത്തിൻ്റെ ഭക്തി. ക്രിസ്തുവിൻ്റെ സ്നേഹബലിയിലെ മുറിവുകൾ ഉയർത്തെഴുന്നേറ്റ രക്ഷകൻ്റെ ശരീരത്തിൽ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് ഈ ആദ്യ ഭാഗത്ത് പറയുക. ഈ ഖണ്ഡിക തിരുഹൃദയ ഭക്തിയുടെ അടിസ്ഥാനം വിവരിക്കുകയാണ്, അല്ലെങ്കിൽ വിശദീകരിച്ച് തരികയാണ്. ഇവിടെ തിരുഹൃദയത്തിൻ്റെ ചിത്രങ്ങളിൽ സാധാരണയായി കാണുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. 1, കുന്തം കൊണ്ടുള്ള ആഴമേറിയ മുറിവ്. 2, കിരീടത്തിൻ്റെ മുറിവുകളും. ഈ 2 കാര്യങ്ങളും, കുന്തം കൊണ്ടുള്ള ആഴമേറിയ മുറിവും അതുപോലെ മുൾക്കിരീടത്തിൻ്റെ മുറിവുകളും, ഇവ രണ്ടും തിരുഹൃദയഭക്തിയുടെ അഭിവാജ്യ ഘടകങ്ങളായി അല്ലെങ്കിൽ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളായിട്ടാണ് കരുതപ്പെടുക. അങ്ങനെ കുത്തി തുറക്കപ്പെട്ട വിലാപ്പുറം, നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വിലാപ്പുറം, ഈശോയുടെ ഹൃദയം ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും അവൻ്റെ ശരീരത്തിൽ തുറന്നു തന്നെ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് ഈശോയുടെ ത്യാഗപരമായ സ്നേഹത്തിൻ്റെ ശാശ്വതമായ അടയാളമാണ്. നിരന്തരം ലോകാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ ആ സ്നേഹം ത്യാഗപരമായ സ്നേഹമാണ്. നമുക്ക് വേണ്ടി പാടുപെടുകൾ ഏറ്റെടുത്ത് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുപോയ ആ ത്യാഗപരമായ സ്നേഹത്തിൻ്റെ ശാശ്വതമായ അടയാളമായിട്ടാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ കാണുന്ന ആ തുറക്കപ്പെട്ട മുറിവുകൾ. ഈ മുറിവുകൾ അവൻ്റെ സഹനങ്ങളെയും സ്നേഹബലിയെയുമാണ് ഓർമ്മിപ്പിക്കുക. അതായത് ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കാൽവരിയിലെ സ്നേഹബലിയെയും ഓർമ്മിപ്പിക്കുകയാണ്. അന്ത്യം വരെയും സ്വയം ബലിയായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് നാം ഇവിടെ മുറിവുകളിലൂടെ ധ്യാനിക്കുക. നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഹൃദയം, അത് ആത്മസമർപ്പണത്തിലൂടെ, സമ്പൂർണമായ ആത്മസമർപ്പണത്തിലൂടെയാണ് ഈശോ അത് നമുക്ക് നൽകിയത്. പരിപൂർണമായും ഒരു ആത്മസമർപ്പണം. അതുകൊണ്ടാണല്ലോ ഒരു മാനുഷികമായ ഹൃദയമുണ്ട് അല്ലെങ്കിൽ ഭാവമുണ്ട് എന്നും ദൈവികമായ ഭാവമുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഭാഗത്തൊക്കെ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ഈശോയുടെ ആ മാനുഷിക ഭാവത്തിൽ നിന്നും ഈശോ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ഒരു ത്യാഗത്തിൻ്റെ ഒരു ഭാവം അവിടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഒരു മാനുഷിക തലത്തിലുള്ള ഭാവമെന്ന് പറയുന്നത്. ദൈവിക തലത്തിലുള്ള ഭാവമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ത്യാഗമെന്ന് പറഞ്ഞാൽ, അത് ദൈവികമായ ഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്ന കർത്താവ് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അടയാളമായിട്ടാണ് തിരുഹൃദയത്തെ കാണുക. സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. പിതാവിനോട് പറയുന്നല്ലോ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അതാണ് ഈ സമ്പൂർണ്ണ ആത്മസമർപ്പണമെന്ന് പറയുന്നത്. ഈശോ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ തിരുഹൃദയത്തിലൂടെ നമ്മൾ കാണേണ്ട കാര്യം അതുതന്നെയാണ്. സമ്പൂർണ്ണമായ ആത്മസമർപ്പണം. എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. അതായത് മനുഷ്യകുലത്തിൻ്റെ രക്ഷ
നിറവേറട്ടെ എന്ന് പറയുന്ന ആ വലിയൊരു കാര്യമാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ കാഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നു, ദൈവത്തിൻ്റെ കരുണയാണ് ഈശോയിലൂടെ പ്രകടമായത്. അപ്പം നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഈശോ ചെയ്തത് സമ്പൂർണ്ണമായ ആത്മസമർപ്പണം. അത് ചെയ്തെവിടെയാണ്? കാൽവരിയിലാണ്, അവൻ്റെ ബലിയിലാണ്. അവിടെ അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് തുറക്കപ്പെട്ട ആ ബലിയിൽ വെച്ചാണല്ലോ, കാൽവരിയിൽ വെച്ചാണല്ലോ അവൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെടുകയും ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ ശാശ്വതമായ സ്നേഹത്തിൻ്റെ ത്യാഗപരമായ അടയാളമാണ് എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹപ്രവാഹത്തോടും ആ സ്നേഹത്തിനു വേണ്ടി അവൻ തിരഞ്ഞെടുത്ത കഷ്ടപ്പാടുകളോടും പ്രതികരിക്കാൻ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇതുപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച് ആത്മസമർപ്പണം ചെയ്ത ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിനു വേണ്ടി, ആ സ്നേഹത്തോട് പ്രതികരിക്കാൻ സാധാരണ വിശ്വാസികളെല്ലാവരും തയ്യാറാവും. ഇതിനെയാണ് സ്വാന്തനത്തിൻ്റെ ഭക്തിയിലേക്ക് വഴി തുറക്കുമെന്ന് പറയുന്നത്. നമ്മൾ കുരിശിൻ്റെ വഴിയിലൊക്കെ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലെങ്കിൽ ചൊല്ലുന്ന ആ സ്ഥിതിയിൽ കർത്താവേ, ആ കുരിശും കൊണ്ട് പോകുന്ന സമയത്ത് ഈ സ്ഥിതിയിൽ നിന്നെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ഒന്ന് സഹായിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ പറയുന്നുണ്ട്. അതാണ് സ്വാന്തനത്തിൻ്റെ ഒരു ഭക്തി എന്ന് പറയുന്നത്. അതായത് ഈശോയുടെ പാടുപീടുകളിൽ അവനെ ആശ്വസിപ്പിക്കുവാൻ, സാന്ത്വനിപ്പിക്കാനുള്ള വിശ്വാസികളുടെ ആഗ്രഹത്തെ കൂടിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുക. അതാണ് മാർപ്പാപ്പ പറയുന്നത്, ഇതൊരു സ്വാന്തനത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നത്. അതായത് ഈ മനുഷ്യകുലത്തെ മുഴുവനും സ്വാന്തനിപ്പിക്കുവാനായിട്ട്, രക്ഷിക്കാനായിട്ട് വന്ന ആ ക്രിസ്തുവിൻ്റെ പാടുപീടുകളെ ഓർത്ത് മനുഷ്യന് ദൈവത്തോട് തോന്നുന്ന ഒരു ഭക്തിയുണ്ട്. അത് ഈ സ്വാന്തനത്തിൻ്റെയാണ്, സ്നേഹപൂർവമായ ഒരു ആത്മസമർപ്പണത്തിലൂടെ നേടിയെടുത്ത കാര്യമാണ്. ആ കാര്യമാണ് ഈ 151 ഖണ്ഡികയിൽ നമ്മൾ കാണുക. നമുക്ക് 152 ഖണ്ഡികയിലേക്ക് പ്രവേശിക്കാം. ഈ 152, 153 ഈശോയോടൊപ്പം കുരിശിൽ നിന്നും, 154, 157 ഈ ഹൃദയത്തിൻ്റെ യുക്തി എന്നൊക്കെ പറയുന്നത്, ഈ രണ്ട് ശീർഷകങ്ങൾ അല്ലെങ്കിൽ രണ്ട് തലക്കെട്ടുകൾ സ്വാന്തനത്തിൻ്റെ ഭക്തി എന്ന് പറയുന്ന ആ വലിയൊരു ഹെഡിങ്ങിൻ്റെ ഹെഡിങ്ങായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്നത്തെ പഠനത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ഈ സ്വാന്തനത്തിൻ്റെ ഒരു ഭക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലൊന്ന് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് 152 ഖണ്ഡികയിലേക്ക് പ്രവേശിക്കാം. ഈശോയോടൊപ്പം കുരിശിൽ എന്ന ഖണ്ഡികയിലാണ് 152, 153 വരുന്നത് നമ്മൾ കണ്ടിരുന്നു. 152 പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക ആത്മീയ വശമാണ് അവൻ്റെ ഹൃദയത്തിന് സ്വാന്തനമേകാനുള്ള ആഗ്രഹം. ഒരുപക്ഷെ ഇതിനെ പരിഹാരം ചെയ്യുക എന്നുള്ളൊരു ഭക്ത അഭ്യാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയായി പോകാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അങ്ങനെയല്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഭക്ത അഭ്യാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പരിഹാരമെന്ന കാര്യത്തെക്കുറിച്ച്, പരിഹാരമെന്ന ഒരു ഭക്താഭ്യാസത്തെക്കുറിച്ച് അടുത്ത ചാപ്റ്ററിലാണ്, അടുത്ത അധ്യായത്തിലാണ് വരേണ്ടത്. ഇവിടെ പരിഹാരമല്ല ഇവിടെ ഉദ്ദേശിക്കുക, മറിച്ച് ഈശോയുടെ ഹൃദയത്തിന് കൊടുക്കുന്നൊരു സ്വാന്തനമേകാനുള്ള ഒരു ആഗ്രഹമാണ്. അതാണ് നമ്മൾ മുമ്പത്തെ 151 ഖണ്ഡികയിൽ കണ്ട കാര്യം തന്നെയാണ്. പരിഹാരമെന്ന് പറയുന്ന ഒരു പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. എന്നാൽ ഇത് സ്വാന്തനത്തിനുള്ള ഭക്തി എന്ന് പറയുന്നത് അതൊരു പാപം ചെയ്തതുകൊണ്ടല്ല, ഈശോയുടെ പാടുപീടുകളെ ഓർത്ത് കഴിയുമ്പോൾ ഞാനും ഒരു കൂടെ ആയിരിക്കേണ്ടതല്ലേ എന്നുള്ളൊരു, സ്വാന്തനിപ്പിക്കാനും കൂടെ ആയിരിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്തയാണ് ഒരു വിശ്വാസിയുടെ മേലെ വരിക. അതായത് നമ്മൾ നല്ലൊരു സുഹൃത്ത് വേദനിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ഒപ്പം നമുക്ക് ആയിരിക്കാൻ തോന്നും. അത് സ്വാന്തനത്തിൻ്റെ അല്ല. അല്ലാതെ ഒരു നമുക്ക് പാപം ചെയ്തത് കൊണ്ട് അവനെ നമ്മൾ പാപം ചെയ്തുകൊണ്ടല്ലല്ലോ നമ്മുടെ സുഹൃത്തിനെ എന്നോടൊരു സ്വാന്തനം തോന്നുക, അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് തോന്നുക, അല്ലെങ്കിൽ അവൻ്റെ മുറിവുകളിലോർത്ത് നമുക്കൊരു അനുകമ്പ തോന്നുന്നത് പാപം ചെയ്തുകൊണ്ടല്ല, അത് പരിഹാരമാണ്. ഇതങ്ങനെയല്ല എന്നാണ് മാർപ്പാപ്പ പറയുക. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യത്തെ സ്നേഹപൂർവ്വം ധ്യാനിക്കുകയും അതൊരു രഹസ്യമായി തന്നെ അനുഭവിക്കുകയും ചെയ്യുന്ന വിശ്വാസിയുടെ ഹൃദയത്തിൽ തോന്നുന്ന ആഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ഇവിടെ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒരു പശ്ചാത്താപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പരിഹാരമായിട്ടൊന്നുമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യത്തെക്കുറിച്ച് സ്നേഹപൂർവ്വം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്
അല്ലെങ്കിൽ ആ രഹസ്യത്തിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് രഹസ്യത്തിൻ്റെ ആ ഒരു വേദനയും അതിൻ്റെ ഒരു ആത്മീയതയും അതിൻ്റെ ഒരു കൃപയുമൊക്കെ രഹസ്യമായി അനുഭവിക്കുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരാഗ്രഹമാണ്. അതാണ് സ്വാന്തനമേകുന്ന ഭക്തി എന്ന് പറയുന്നത്. മുൻകാലങ്ങളിലെന്നല്ല, ഇപ്പോഴും ഭൂതകാലത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, വർത്തമാനകാലത്തിലും ഇപ്പോഴും സന്നിഹിതനായ ക്രിസ്തുവിൻ്റെ പീഡാനുഭവം ഓർമ്മിപ്പിക്കപ്പെടുക മാത്രമല്ല, കൃപയാൽ അത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ നിമിഷത്തിൽ രഹസ്യമായ സന്നിഹിതനായിരിക്കുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പഴയ കാലങ്ങളിൽ സംഭവിച്ചു പോയ ഒരു കാര്യമല്ല, വർത്തമാനകാലത്ത് ഇന്ന് നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കുന്ന കൃപയാൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ക്രിസ്തു തന്നെ. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ നിമിഷത്തിൽ, അന്ത്യവിധിയുടെ നിമിഷത്തിൽ നമ്മുടെ ഒപ്പം നമ്മുടെ രക്ഷകനായി സന്നിഹിതനായിരിക്കുകയും ചെയ്യുന്ന ആ വലിയ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുക. അതുകൊണ്ട് ഭൂതകാലത്തിലെന്ന പോലെയല്ല, വർദ്ധമാനകാലത്തിലും ഇനി വരാനിരിക്കുന്ന കാലത്തിലും അവൻ്റെ സാന്നിധ്യം നമുക്കുണ്ട് എന്ന് തന്നെയാണ് മാർപ്പാപ്പ 152-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മളോട് പറയുന്നത്. സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി നാം കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ ആശ്വസിപ്പിക്കാതിരിക്കുവാൻ നമുക്കെങ്ങനെ കഴിയും? വലിയൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. സ്നേഹത്തിൻ്റെ പ്രതിഫലനമായ നാം കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ പീഡാനുഭവത്തെ ഓർക്കുമ്പോൾ അവിടുത്തെ ആശ്വസിപ്പിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇതാണ് ഈ തിരുഹൃദയ ഭക്തിയുടെ സ്വാന്തനമേകാനുള്ള ഒരു ഭക്തി എന്ന് പറയുന്ന ആഗ്രഹത്തിൻ്റെ തീവ്രതയെ വെളിപ്പെടുത്തുന്നതാണ് 152-ാമത്തെ ഖണ്ഡിക. 153-ാമത്തെ ഖണ്ഡികയിലേക്കും നമുക്ക് പ്രവേശിക്കാം. 153-ാമത്തെ ഖണ്ഡികയും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈശോനോടൊപ്പം എന്ന കുരിശിൻ്റെ സബ് ഹെഡിങ്ങിൽ ഉപതലക്കെട്ടിൽ വരുന്നതാണ് എന്ന കാര്യം ഓർക്കുക. ഈ ഖണ്ഡികയിൽ സ്വാന്തനത്തിൻ്റെ ഭക്തിയുടെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം പിയൂസ് 11-ാമ മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടിലൂടെ വിശദീകരിക്കുകയാണ്. രക്ഷയുടെ രഹസ്യം കാലാതീതമാണെന്ന കാര്യമാണ് ഇവിടെ പറയുക. കാലങ്ങൾക്കും അതീതമാണ് രക്ഷയുടെ രഹസ്യം. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി കടന്നു വന്ന അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് ഈ രക്ഷയുടെ രഹസ്യമെന്ന് പറയുന്നത്. പിയൂസ് 11-ാമൻ മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലൂടെയുള്ള നമ്മുടെ രക്ഷയുടെ രഹസ്യം ദൈവകൃപയാൽ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും എല്ലാ അതിരുകളെയും അതിലംഘിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഈ ഭക്തിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതായത് ക്രിസ്തുവിനോടുള്ള ഈ ഒരു ഭക്തി, തിരുഹൃദയ ഭക്തിയിൽ നമ്മൾ വളരണമെന്ന് 11-ാമൻ പിയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം പറയുകയാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലൂടെയുള്ള നമ്മുടെ രക്ഷയുടെ രഹസ്യം എന്നാൽ ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ്. അതായത് ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും. ഈ രക്ഷയുടെ രഹസ്യം ദൈവകൃപയാൽ കാലത്തിനും സമയത്തിനും എല്ലാ അതിരുകളെയും ലംഘിക്കുന്ന ആ ഒരു കാര്യമാണ് ഈ കർത്താവിൻ്റെ ഈ പീഡാനുഭവങ്ങളുടെ പെസഹ രഹസ്യങ്ങളുടെ രഹസ്യമെന്ന് ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവുണ്ടാകുന്ന ആ സമയത്താണ്, ആ തിരിച്ചറിവാണ് ഈ തിരുഹൃദയ ഭക്തിയിലേക്ക് നമ്മളെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അല്ലെങ്കിൽ ഈ തിരുഹൃദയ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാലത്തിനും സമയത്തിനും എല്ലാ അതിരുകളെയുമൊക്കെ അതിലംഘിക്കുന്ന ദൈവകൃപയുടെ രക്ഷാദായകമായ ദൈവകൃപയുടെ സ്നേഹം തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവകൃപയുടെ രഹസ്യം തന്നെയാണ്. പാപങ്ങൾക്ക് വേണ്ടി ബലി ഈശോയിൽ പൂർത്തിയായതാണ്. എല്ലാ പാപികൾക്കും വേണ്ടിയിട്ടുള്ള ബലി ഈശോയിലാണ് പൂർത്തിയായത്. ഇനിയും ചെയ്യപ്പെടാനുള്ളതും സഭയുടെ ഉൾപ്പെടെയുള്ള പാപങ്ങൾക്ക് വേണ്ടി ഈശോ കുരിശിൽ സ്വയം സമർപ്പിച്ചു. അതുകൊണ്ട് ഇനിയൊരു ബലി അർപ്പിക്കപ്പെടേണ്ടത് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ഇനി അർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നല്ല പറയുന്നത്. പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബലി, പാപികൾക്ക് വേണ്ടിയുള്ള ബലി ഈശോ പരിപൂർണമായും പൂർത്തീകരിച്ചു. ഇനി വരാനിരിക്കുന്ന സഭയിൽ ഇനിയും ചെയ്യപ്പെടാനുള്ളതുമായ പാപങ്ങൾക്ക് വേണ്ടി കൂടി അവിടുന്ന് കുരിശിൽ മരിച്ചു. അപ്പോൾ
ആ ബലിയുടെ യോഗ്യത നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ, ഈ അനുസ്മരണത്തിലൂടെ അവിടുത്തെ സജീവമായ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ബലിയുടെ ഓർമ്മ നമ്മൾ പുതുക്കുകയാണ് ചെയ്യുക. വിശുദ്ധ കുർബാനയിൽ, ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയിൽ നമ്മൾ എല്ലാം പെസഹ രഹസ്യങ്ങൾ മാത്രമല്ല, ഈശോയുടെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും അതുപോലെ ഈശോയുടെ കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയും ഉദ്ധാനവും രണ്ടാം വരവും എല്ലാം അനുസ്മരിക്കുന്നതാണല്ലോ ഇന്നത്തെ വിശുദ്ധ കുർബാന. അതുകൊണ്ട് ബലി പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഇനി ബലിയർപ്പണം വേണ്ട എന്നുള്ളതല്ല, ആ ബലി, ഈശോയുടെ കാൽവരിയുടെ ബലിയുടെ യോഗ്യത സ്വന്തമാക്കാൻ നമുക്ക് ഇന്ന് ഈ ബലിയുടെ അവൻ്റെ തിരുശരീരത്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കൂടെയായിരിക്കേണ്ടത്, കൃപയിലായിരിക്കേണ്ടത്, ദൈവകൃപയിൽ ആയിരിക്കേണ്ടതാണ്. നമ്മൾ മുമ്പ് കണ്ടായിരുന്നു, രക്ഷയുടെ രഹസ്യം ദൈവകൃപയാലാണ് കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ഒക്കെ എല്ലാ അതിരുകളെയും അതിലംഘിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ബലി, ഈ ബലി, കർത്താവിൻ്റെ ഈ കുരിശിലെ ബലി കാലാതീതമായ, അതായത് എല്ലാ കാലത്തിനും സമയത്തിനും അതീതമായ സ്വാധീനമെന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് സമയത്തും, അത് നമ്മൾ കണ്ണീരിൽ കണ്ടതുപോലെ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും വരാനിരിക്കുന്ന കാലത്തിലും എല്ലാം, ഭാവി കാലത്തിലും എല്ലാം ഈ ബലിക്ക് അതിൻ്റേതായ കാലത്തിനും സമയത്തിനും അതീതമായ ഒരു ദൈവകൃപയുടെ സ്വാധീനമുണ്ട് എന്നാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാന്തനത്തിൻ്റെ കാലാതീതത എന്നാൽ നാം ഇപ്പോൾ ചെയ്യുന്ന സ്വാന്തനത്തിനായിട്ടുള്ള പ്രവൃത്തികൾ കാലത്തെ അതിലംഘിച്ച് അവൻ്റെ മുറിവേറ്റ ഹൃദയത്തെ സ്പർശിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ കുറച്ചും കൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സ്വാന്തനത്തിൻ്റെ കാലാതീതത എന്ന് പറയുന്നത്, ഈശോയുടെ ഈ ബലി, കാൽവരിയിൽ അർപ്പിച്ച ബലി കാലത്തിനും സമയത്തിനുമൊക്കെ അതിലംഘിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഭൂതകാലത്തിൽ സംഭവിച്ചു, വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ ആ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ മുറിവേറ്റ ഹൃദയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ, അതിനൊരു സ്വാതന്ത്ര്യമേകാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഭാവിയിൽ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ ഈശോ അന്ന് അർപ്പിച്ച ആ ബലിയിലേക്ക് നേരെ ചെന്ന് അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തെ അതിലംഘിച്ചുകൊണ്ട് പുറകോട്ട് പോകുവാനും, അങ്ങനെ ഈശോയുടെ പീഡാനുഭവങ്ങളുടെ യോഗ്യതയെ ഇന്നെന്ന പോലെ എനിക്ക് അനുഭവിക്കുവാനും വരാനിരിക്കുന്ന യുഗത്തിൽ അവനെ കണ്ടെത്തുവാനും എനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് ഈ സ്വാന്തനത്തിൻ്റെ കാലാതീതത എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈശോയുടെ ബലി പൂർത്തീകരിക്കപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ഇന്നും ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടൊരു സ്വാന്തനത്തിൻ്റെ ഭക്തി എന്നിൽ ഉണരുമ്പോൾ അത് ഈശോയുടെ കാലത്തെ മുഴുവൻ അതിലംഘിച്ചുകൊണ്ട് പുറകോട്ട് യാത്ര ചെയ്ത് ഈശോയുടെ ആ മുറിവേറ്റ ഹൃദയത്തെ സ്പർശിക്കും. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പാപങ്ങൾ നിമിത്തം ഈശോയ്ക്ക് ഇപ്പോൾ ദുഃഖം തോന്നിയെങ്കിൽ ആ പാപങ്ങൾക്ക് പരിഹാരമായി നാം നടത്തുന്ന പ്രയത്നങ്ങൾ കണ്ട് അവൻ ആശ്വാസം കണ്ടെത്തും എന്നും പാപ്പ പറയുന്നുണ്ട്. ഇപ്പം കുറച്ചു മുമ്പ് പോയത് പുറകോട്ടാണ് പോയത്. അപ്പോൾ ഇനി ചെയ്യാനിരിക്കുന്ന, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പാപങ്ങളെക്കുറിച്ചും തമ്പുരാൻ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ആ ബലിയിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പാപങ്ങൾക്ക് പരിഹാരമായി നാം നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും അതിനും ആശ്വാസം കിട്ടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രയത്നങ്ങൾക്കും, പ്രായശ്ചിത്ത പ്രവൃത്തികൾക്കും, നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും, ഈ സ്വാന്തനത്തിൻ്റെ എല്ലാ ഭക്തിയുടെ പ്രവൃത്തികൾക്കും അതിൻ്റേതായ ദൈവികമായ വശമുണ്ട് എന്ന് തന്നെ പരിശുദ്ധ പിതാവ് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ദൂതൻ്റെ ആശ്വാസം ഒരു ഉദാഹരണമായി പറയുകയാണ്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട്, അവിടുത്തെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അതായത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. ആ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് തീവ്രമായി അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുക. ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ക്ഷീണവും വേദനയും കൊണ്ട് നടന്ന ഈശോയുടെ ഹൃദയത്തിന് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞതുപോലെ പാപികളായ നന്ദിഹീനനായ മനുഷ്യരുടെ നിരന്തരം മുറിവേറ്റുകൊണ്ടിരിക്കുന്ന അവൻ്റെ തിരുഹൃദയത്തെ
അതിശയകരവും എന്നാൽ യഥാർത്ഥവുമായ രീതിയിൽ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുക. ഇപ്പോഴും ധാരാളം പാപികൾ തങ്ങളുടെ നിന്ദനം കൊണ്ട്, നന്ദിഹീനത കൊണ്ട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് അങ്ങനെ ചെയ്യുന്ന മുറിവേറ്റിരിക്കുന്നവൻ്റെ ഹൃദയത്തെ അതിശയകരമായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ഈശോയുടെ ഹൃദയത്തിൽ അഭയം തേടണം. ഈശോയുടെ ഹൃദയത്തിൽ നമുക്ക് ആശ്രയിക്കണം. ആ ദൈവകൃപയിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകും. അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സന്തോഷമുണ്ടാകുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ അതാണ് ഈ സ്വാന്തനത്തിൻ്റെ ഭക്തിയുടെ ഒരു കുറച്ചും കൂടി തീവ്രതയാണ് നമ്മളിവിടെ കാണുന്നത്. എങ്ങനെയാണ്? ഈശോടൊപ്പം കുരിശിലായിരുന്നു കൊണ്ട് ചെയ്യാനായിട്ടാണ് സബ് ഹെഡിങ്ങായിട്ട് ഉപഹെഡിങ്ങായിട്ട് പറയുക. ഈശോടൊപ്പം കുരിശിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് ഈ സ്വാന്തനത്തിൻ്റെ ഭക്തി വളർത്തുന്ന വഴിയായിട്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് തന്നെയാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് പറയുന്നു. നൂറ്റി 54 ഖണ്ഡികയിലേക്ക് പ്രവേശിക്കാം. ഈ ഖണ്ഡികയിൽ പറയുന്ന കാര്യം ഹൃദയത്തിൻ്റെ യുക്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കാണുക. ഹൃദയത്തിൻ്റെ യുക്തി നമ്മൾ പറഞ്ഞിരുന്നു. 154 മുതൽ 157 വരെ സ്വാന്തനത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നതിൻ്റെ 2 ഉപഹെഡിങ്ങിൽ ഒന്ന് യേശുവിനോടൊപ്പം കുരിശിൽ, അതാണ് ഈ കുറച്ചും നമ്മൾ കണ്ട 152 153. ഇനി വരുന്നത് 154 മുതൽ 57 വരെയുള്ളത് ഈ സ്വാന്തനത്തിൻ്റെ ഭക്തിയുടെ ഒരു ഉപഹെഡിങ് വരുന്നതാണ് ഹൃദയത്തിൻ്റെ യുക്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ 154 ഖണ്ഡികയിലേക്കാണ് പ്രവേശിക്കുക. ഇവിടെ സ്വാന്തനത്തിൻ്റെ ഭക്തിക്ക് ദൈവശാസ്ത്രപരമായ അടിസ്ഥാനമില്ലെന്ന് ചിലർക്ക് തോന്നാമെങ്കിലും അതിന് അതിൻ്റേതായ യുക്തിയുണ്ട് എന്ന് പറയുകയാണ്. ഹൃദയത്തിൻ്റേതായ ഒരു യുക്തികളുണ്ട്. ദൈവശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി തിരുഹൃദയത്തിന് അതിൻ്റേതായ യുക്തിയുണ്ട്. ഇവിടെയാണ് സെൻസസ് ഫിദേലിയും എന്ന് പറയുന്നത്. വിശ്വാസികളുടെ ബോധ്യം മാനുഷിക യുക്തിക്ക് അതീതമായ നിഗൂഢ യാഥാർത്ഥ്യമാണ് ഇവിടെ തിരിച്ചറിയുന്നത്. വിശ്വാസികളുടെ ബോധ്യം എന്ന് പറയുമ്പോൾ അത് മാനുഷിക യുക്തിക്ക് അതീതമായൊരു നിഗൂഢ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അതിനാണ് സെൻസ് ഓഫ് ഫിദേലിയം എന്ന് പറയുന്നത്. ഇവിടെ മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്: തിരുഹൃദയത്തിന് അതിൻ്റേതായ ഒരു യുക്തിയുണ്ട്. ഈ സെൻസ് ഓഫ് ഫിദേലിയം അല്ല സെൻസസ് ഫിദേലിയം എന്ന് പറയുന്നതിന് വിശ്വാസികളുടെ അനുഭവം എന്നതിന് ചെറിയൊരു വിശുദ്ധീകരണം നമുക്കുള്ളത് നല്ലതാണ്. കാരണം അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സെൻസസ് ഫിദേയി അഥവാ സെൻസസ് ഫിദേലിയം എന്നൊക്കെ പറയാം. വിശ്വാസികളുടെ അനുഭവം എന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് അനുസരിച്ച് മെത്രാന്മാരിൽ തുടങ്ങി സാധാരണ വിശ്വാസികൾ വരെ എല്ലാവരും വിശ്വാസത്തിലും ധാർമ്മികതയിലും ഒരേ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ദൈവജനത്തിന് മുഴുവനുമായി ഉണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ അതീന്ദ്രിയമായ ഒരു ഉൾക്കാഴ്ചയാണ് സെൻസൂസ് ഫിദേലിയും എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ സഭയിലെ എല്ലാവർക്കും, അജപാലകർക്കും അജഗണങ്ങളും ഉൾപ്പെടെ വിശ്വാസത്തെയും ധാർമ്മികതയെയും കുറിച്ച് പൊതുവായ ഒരു ധാരണയും ബോധ്യവും ഉണ്ടാകുന്നതിനെയാണ് ഈ സെൻസൂസ് ഫിദേലിയും എന്നതുകൊണ്ട് പറയുന്നത്. ഇത് കേവലം ബുദ്ധിപരമായൊരു അംഗീകാരമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ വിശ്വാസ സത്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും അതിൽ ജീവിക്കുവാനുമുള്ളൊരു കൂട്ടായ കഴിവിനെയാണ് ഈ സെൻസ് ഓഫ് ഫിദേലിയും എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ ഉണ്ടാവണമെന്നാണ്. 5 കാര്യങ്ങൾ 6 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ സെൻസൂസ് ഫിദേയി അല്ലെങ്കിൽ സെൻസൂസ് ഫിദേലിയത്തിൽ ഉണ്ടായിരിക്കണം. 1, കൂട്ടായ ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. ഏതാനും ചില വ്യക്തികളുടെ അഭിപ്രായം മാത്രമല്ല, സഭയുടെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ വിശ്വാസപരമായ ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പങ്കുണ്ടായിരിക്കണം. വിശ്വാസത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് അതിൽ ഉണ്ടായിരിക്കണം. വിശ്വാസത്തിലും ധാർമ്മികതയിലും ഇതുണ്ടായിരിക്കണം. ഡോഗ്മാസ് വിശ്വാസ സത്യങ്ങളിലും യുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം.
സഭയുടെ അപ്രമാദിത്വം ഉണ്ടാവണം. ഇത് വിശ്വാസികളുടെ കൂട്ടായ ബോധ്യം സഭ പഠിപ്പിക്കലുകൾക്ക് ഉറപ്പ് നൽകുന്നതാണ്. സഭയ്ക്ക് തെറ്റുപറ്റില്ല എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ കൂടിയാണ്. അതുകൊണ്ട് സഭയുടെ ഒരു പഠിപ്പിക്കൽ കൂടിയായിട്ട് ഇത് ഉണ്ടാവണം. ഇത് വെറും ഒരു അഭിപ്രായ സർവേ അല്ല സെൻസസ് വിധേയ എന്നത്, മറിച്ച് ഇത് ആഴത്തിലുള്ളതും ആത്മീയവും ദൈവശാസ്ത്രപരവുമായൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ മെത്രാന്മാരുടെ പങ്കുണ്ടാവണം. മെത്രാന്മാർക്ക് സെൻസസ് ഫിദേലിയും തിരിച്ചറിയാനും അതിനെ വ്യവസ്ഥാപിതമായി പഠിപ്പിക്കാനും സംരക്ഷിക്കുവാനും പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. ചുരുക്കത്തിൽ സെൻസസ് ഫിദേയി എന്നത് അല്ലെങ്കിൽ സെൻസസ് ഫിദേലിയും എന്നത് കത്തോലിക്കാ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ദൈവജനം മുഴുവൻ വിശ്വാസ സത്യങ്ങളിലും ധാർമ്മിക വിഷയങ്ങളിലും പൊതുവായ ഒരു ഉൾക്കാഴ്ചയും ധാരണയും പുലർത്തുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. ഇത് സഭയുടെ നിരന്തരമായ പഠിപ്പിക്കലുകളും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ഒരു പ്രധാന ഘടകവുമാണ്. ഇതാണ് സെൻസസ് ഫിദേയി അല്ലെങ്കിൽ സെൻസുസ് ഫിദേലിയും എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ പിതാവ് ഇവിടെ ഈ ചാക്രിക ലേഖനത്തിലൂടെ 154 പറയുന്നത് തിരുഹൃദയത്തിന് അതിൻ്റേതായൊരു യുക്തിയുണ്ട്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം വെറും ഒരു ഭൂതകാല സംഭവമല്ല, മറിച്ച് വിശ്വാസത്തിലൂടെ നമുക്ക് പങ്കുചേരാൻ കഴിയുന്നൊരു ഒന്നാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതാണ് ഇത് വിശ്വാസികളുടെ ഒരു സെൻസുസ് ഫിദേലിയും എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതായത് അതിൻ്റെ യുക്തി വിശ്വാസികളുടെ ബോധ്യമാണത്. അത് സഭ അംഗീകരിക്കുന്നതാണ്. മെത്രാന്മാരുടെ സാക്ഷ്യം ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. മെത്രാന്മാർ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 4-5 രൂപതകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. വിശുദ്ധരുടെ പഠനങ്ങളുണ്ട്, സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, ഇതെല്ലാം പഴയ കാലങ്ങളിലൂടെ നമ്മൾ ക്ലാസ്സുകളിലൂടെ മുഴുവൻ കണ്ടതാണ്. അതിനെല്ലാം പഠിച്ചത് അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധ പിതാവ് പറയുന്നത് അതിനെതിരെ യുക്തിയുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്വയം അർപ്പണത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ ഭക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു അനുസ്മരണത്തിന് അപ്പുറമാണെന്ന് പറയുന്നത്. ഇത് വെറും ഒരു അനുസ്മരണമല്ല. അതാണ് കുറച്ച് ഞാൻ പറഞ്ഞത്. വിശുദ്ധർ, സഭാപിതാക്കന്മാർ, ആത്മീയ പിതാക്കന്മാർ, മെത്രാന്മാർ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ വെളിപ്പെടുത്തലുകൾ എത്രയോ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് വെറും ഒരു അനുസ്മരണമായിട്ട് നിൽക്കുന്നതല്ല ഈ ഭക്തി. ഈ ബോധ്യത്തിന്, അതായത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി, ആ ഒരു ബോധ്യത്തിന് ഉറപ്പുള്ള ദൈവശാസ്ത്രപരമായ അടിത്തറയുണ്ട് എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് പറയുക. പാപികളെ ക്രിസ്തുവിനോട് ചേർക്കുകയാണ് ആവശ്യം. ഈശോ തൻ്റെ മുറിവേറ്റ തോളിൽ വഹിച്ച നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും നമ്മുടെ പോരായ്മകളെ ആ കാലാതീതമായ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യണം. ആ സ്നേഹം എപ്പോഴും അനന്തമായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ പോരായ്മകളെ കാലാതീതമായ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട്, അതായത് ഇപ്പോഴും പച്ചയായി നിൽക്കുന്ന കാൽവരി അനുഭവത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴും പച്ചയായി നിൽക്കുന്ന ഈശോയുടെ ഉദ്ധാന അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. ആ രണ്ടും മാനുഷിക ദൈവിക ഭാവങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ആത്മീയമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പച്ചയായി നിൽക്കുന്ന കാൽവരി അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ വേദനകളുടെയും പീഡനങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ സമയമാണ്. പച്ചയായി നിൽക്കുന്ന ഉദ്ധാന അനുഭവം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന രൂപാന്തരീകരിക്കപ്പെട്ട മുറിവുകളുമായി നിൽക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളും കുറവുകളും പാപങ്ങളും എല്ലാം ഉണ്ട്. അവയെല്ലാം ഈ കാലാതീതമായ സ്നേഹത്തോട് ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനുമൊക്കെ അതീതമായി നിൽക്കുന്ന, കാലത്തിനും സമയത്തിനും യുഗങ്ങൾക്കും യുഗാന്തരങ്ങൾക്കുമൊക്കെ അതീതമായി നിൽക്കുന്ന സ്നേഹത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു സ്വാന്തനം നമുക്കും സ്വന്തമാക്കാൻ സാധിക്കും. അവനെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ എന്നൊരു ചിന്തയാണ് നമ്മളിതിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതായത് ഹൃദയത്തിൻ്റെ യുദ്ധിയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യം പോകുന്നത് എന്ന കാര്യം ഒന്ന് ഓർക്കണം. തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാർത്ഥനത്തിന് പറ്റിക്കാത്ത വരുന്നതിൽ ഈശോയുടെ ഹൃദയത്തിൻ്റെ യുദ്ധിയെക്കുറിച്ചുള്ള ഖണ്ഡിക തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അതിൽ 155 പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ. ഈ ഖണ്ഡികയിൽ അതിനുള്ള ഉത്തരം നമ്മൾ കാണുകയാണ്. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ വാഴുന്ന ജീവൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കഷ്ടപ്പാടുകളിൽ
എങ്ങനെ അവനെ ആശ്വസിപ്പിക്കാമെന്ന ചോദ്യം ഉയർന്നു വരാം. ഒരു സാധാരണമായൊരു ചോദ്യമാണല്ലോ. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നത് പ്രധാനമാണ്. എന്നാൽ അവൻ്റെ ഹൃദയത്തിലെ മുറിവ് ഒരു നിരന്തര ഓർമ്മയായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു ജീവിതക്രമത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് വേണ്ടി പാടുപീടകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറേ വേദനകളൊക്കെ സഹിച്ചൊരു സുഹൃത്ത് അതിൻ്റെ വേദനകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് അവനെ എങ്ങനെ ആശ്വസിപ്പിക്കാം, അല്ലെങ്കിൽ അവനെ ആശ്വസിപ്പിക്കണ്ടേ എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവുകയല്ലേ? സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമല്ലേ? അതിനെക്കുറിച്ച് തന്നെയാണ് ഈശോയുടെ പരിശുദ്ധ പിതാവ് പറയുന്നത്. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത കഷ്ടപ്പാടുകൾ, അതിനെ ഓർത്ത് നമുക്ക് ഈശോ എങ്ങനെ ആശ്വസിപ്പിക്കാമെന്ന ഒരു ചോദ്യം നമുക്കുണ്ടാവും. നമുക്ക് വേണ്ടി മരിച്ചു ഉദ്ധാനം ചെയ്തുവെങ്കിൽ പോലും അവൻ്റെ ഹൃദയത്തിലെ ആ ഒരു മുറിവ്, നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ആ മുറിവ് ഒരു നിരന്തര ഓർമ്മയായി സൂക്ഷിക്കപ്പെടുകയില്ലേ? സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അതാണ് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തിരുഹൃദയത്തെ പറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മളെ ഈശോയുടെ ആ വ്യക്തിപരമായ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതൊരു കഴിഞ്ഞകാല നൈമിഷിക സംഭവമായി ഒതുങ്ങി നിൽക്കുന്നില്ലെന്ന് കൃപയാൽ വ്യക്തമാകുകയാണ്. നമ്മുടെ മാനസിക പരിമിതികളെ മറികടക്കുന്ന ദൈവവചനത്തിൽ ഉറച്ച ഒരു ആത്മീയ പാതയിലേക്ക് നാം ക്ഷണിക്കപ്പെടുന്നു. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പരിശുദ്ധ പിതാവ് നമ്മളെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ച് ആ തിരുഹൃദയത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. വെറും പണ്ട് സംഭവിച്ച ഏതോ നിമിഷത്തിൽ സംഭവിച്ച ഒരു കാര്യമായിട്ട് കാണാതെ ഇത് കൃപയാൽ വ്യക്തമാക്കി തരികയാണ്. നാളെ ഈ ദിവസങ്ങൾ മുഴുവൻ പഠിച്ചതും ധ്യാനിച്ചതും മുഴുവൻ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവറ്റ സ്നേഹത്തെക്കുറിച്ചുണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന കാര്യം ഇതാണ്. ഇതൊരു നിമിഷം കൊണ്ട് സംഭവിച്ച, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ ആ ഒരു കാൽവരിയിലെ പീഡാനുഭവമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ലെന്ന് കൃപയാൽ നമുക്ക് മനസ്സിലാകും. ആഴങ്ങളിൽ പഠിച്ചു വന്നാൽ നമുക്കത് ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കുറേ പരിമിതികളുണ്ട്. നമുക്ക് നമ്മുടെ ബലഹീനതകളും കുറവുകളും വിശ്വാസക്കുറവുകളും അല്ലെങ്കിൽ അനുഭവക്കുറവുകളും ഈശോയുടെ ഹൃദയത്തോടുള്ള സ്നേഹക്കുറവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ദൈവവചനത്തിൽ ഉറച്ച ഒരു ആത്മീയ പാതയിലേക്ക് ക്ഷണിക്കുകയാണ് പരിശുദ്ധ പിതാവ്. ദൈവവചനത്തിൽ ഉറച്ചൊരു ആത്മീയ പാത എന്ന് പറയുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സമുന്നയമാണ്, അല്ലെങ്കിൽ വചനത്തിൻ്റെ സമുന്നയമാണ് ഈശോയുടെ തിരുഹൃദയം എന്ന് പറഞ്ഞ കാര്യം നമ്മളിതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ധ്യാനിക്കാനായിട്ട്. ദൈവവചനത്തിൽ ഉറച്ച ഒരു ആത്മീയ പാതയിലേക്ക് നാം ക്ഷണിക്കപ്പെടുന്നു. പിയൂസ് 11 മാർപ്പാപ്പ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്, ക്രിസ്തു ഇതിനകം സർവമഹത്വത്തോടും കൂടി സ്വർഗത്തിൽ വാഴുമ്പോൾ പാപപരിഹാര പ്രവർത്തനങ്ങൾ എങ്ങനെ ആശ്വാസം നൽകും? സർവമഹത്വത്തോടും കൂടി ആയിരിക്കുകയാണ്. ഈ ചോദ്യത്തിന് വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ ആണ് ഉത്തരം ലഭിക്കുക. അത് നമുക്ക് ഈ ഭാഗത്തൊന്ന് കാണാം. 11 പിയൂസ് പാപ്പ അഗസ്റ്റിൻ്റെ വാക്കുകൾ എടുത്തുകൊണ്ട് നമ്മൾ പറയുകയാണ്, സ്നേഹിക്കുന്നവനെ എനിക്ക് തരൂ, ഞാൻ പറയുന്നത് അവൻ മനസ്സിലാക്കും. സ്നേഹിക്കുന്നവനെ എനിക്ക് തരൂ, ഞാൻ പറയുന്നത് അവൻ മനസ്സിലാക്കും. ക്രിസ്തു ഇതിനകം സർവമഹത്വത്തോടും കൂടി സ്വർഗത്തിൽ വാഴുമ്പോൾ പരിഹാര പ്രവർത്തനങ്ങൾ എങ്ങനെ ആശ്വാസമാകുമെന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നത് എങ്ങനെയാണ്? സ്നേഹിക്കുന്നവനെ എനിക്ക് തരൂ, ഞാൻ പറയുന്നത് അവൻ മനസ്സിലാക്കും. ദൈവത്തോടുള്ള വലിയ സ്നേഹമുള്ള ഏതൊരാൾക്കും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധ്യാനത്തിൽ വസിക്കാനും അവൻ മനുഷ്യർക്കായി കഷ്ടപ്പെടുന്നതും ദുഃഖിക്കുന്നതും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. ദൈവത്തോട് വലിയ സ്നേഹമുള്ള ഒരാൾക്ക് നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും ദുഃഖവും വേദനയും അനുഭവിച്ച് അവൻ തീർത്തും ക്ഷീണിതനായി എന്ന് പറയുക. നമ്മുടെ പാപങ്ങൾക്കായി അവൻ മുറിവേറ്റു. യേശയ്യ 53:5. ആ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. നമ്മളാണ് ഈശോയെ വേദനിപ്പിച്ചത്, പക്ഷെ ആ മുറിവ് തന്നെയാണ് നമ്മെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. ധ്യാനിക്കേണ്ട
ആഴമുള്ള വചനമാണ് പരിശുദ്ധ പിതാവ് ഇവിടെ എടുത്ത് ഈ സന്ദർഭത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. യെശയ്യാ 53:5. എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വചനത്തെ ഈശോ അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് ചേർത്ത് വെച്ചത്? ഒരേ ഒരു കാരണമേ ഉള്ളൂ. ദൈവവചനത്തിൽ ഉറച്ചൊരു ആത്മീയ പാതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം, നമ്മൾ യാത്ര ചെയ്യണം, ആ പാതയിലേക്ക് കാലെടുത്ത് വയ്ക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും പാടുപീടുകൾ സഹിച്ചവൻ അവൻ തീർത്തും ക്ഷീണിതനായി എന്ന് പറയുകയാണ്. മാലാഖ വന്നവനെ ആശ്വസിപ്പിക്കുമ്പോഴൊക്കെ സമാധാനാശ്വാസം കിട്ടുമെന്നൊക്കെ പറയുമ്പോഴും എന്നിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നു, യെശയ്യാ 53:5 എടുത്ത് വെച്ചിട്ട്, നമ്മുടെ പാപങ്ങൾക്കായി അവൻ മുറിവേറ്റു, ആ മുറിവുകളാൽ തന്നെ നമ്മെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തതാണ് അനന്തമായ സ്നേഹം, കാരുണ്യമുള്ള സ്നേഹം, നമുക്കായി കാത്തിരിക്കുന്ന സ്നേഹം, അല്ലേ നമ്മെ ആദ്യം സ്നേഹിച്ച സ്നേഹം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ടൊന്നും മനസ്സിലാകത്തില്ല. ഹൃദയത്തിൻ്റെ യുക്തി കൊണ്ടേ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്വാന്തനത്തിൻ്റെ ഭക്തിക്കകത്ത് ഹൃദയത്തിൻ്റെ യുക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ് ഹെഡിങ് എടുത്ത് വെച്ചിരിക്കുക, തലക്കെട്ടെടുത്ത് വെച്ചിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ യുക്തി കൊണ്ടായി ഈ വലിയ രഹസ്യത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. മാനവരാശിയുടെ പാപം ക്രിസ്തുവിൻ്റെ മരണത്തിന് കാരണമായി എന്ന് നമുക്കറിയാം. വിശ്വാസികൾ ഇക്കാര്യത്തിൽ എത്രത്തോളം ധ്യാനിക്കുന്നുവോ അത്രത്തോളം അവർക്ക് വ്യക്തമായി കിട്ടും. മാനവരാശി പാപത്തിൽ വീണപ്പോഴെല്ലാം ക്രിസ്തു മരണത്തിന് ഏൽപ്പിക്കപ്പെടാനത് കാരണമായി എന്ന് മനസ്സിലാക്കാനും സാധിക്കും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളാൽ അവൻ മുറിവേറ്റു, ആ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപാവസ്ഥയുണ്ടാകുമ്പോൾ, ബലഹീനാവസ്ഥയുണ്ടാകുമ്പോൾ നമ്മൾ ഈശോയിൽ നിന്നും അകന്നു പോവുകയല്ല ചെയ്യേണ്ടത്, ആ മുറിവുകളിലേക്ക്, തിരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കുറവുകളുണ്ടാവാം, ബലഹീനതകളുണ്ടാവാം, ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ യെശയ്യാ 53:5 പോലെ നമ്മുടെ പാപങ്ങളാ മുറിവേറ്റു, ആ മുറിവിനാൽ നമ്മൾ സൗഖ്യപ്പെടുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവും, പാപങ്ങളുണ്ടാവും. പക്ഷേ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കണം. അവിടുത്തെ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുകൊണ്ട് അവിടുത്തെ സഭത്തിൽ നിന്നും ഓടിയകന്നു പോയെന്ന ഒരു കുറ്റ ബോധമല്ല നമുക്കുണ്ടാവേണ്ടത്, പശ്ചാത്താപം ഉണ്ടാവേണ്ടത്. അത് അടുത്ത ഖണ്ഡികയെ നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണേണ്ട കാര്യമാണ് പരിഹാരത്തെക്കുറിച്ച്. എങ്കിലും സാന്ദർഭികമായിട്ട് ഈ വശത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചത്. നൂറ്റി 156 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാലാതീതമായ സത്യങ്ങളെയും ക്രിസ്തുവുമായുള്ള ഐക്യത്തെയും കുറിച്ച് വിശദീകരിക്കുകയാണ് ഇവിടെ. 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. തങ്ങളുടെ വിശ്വാസത്തിനനുസൃതമായി ജീവിക്കുന്നതിൽ പരാജയപ്പെടുന്ന വിശ്വാസികൾ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നുവെന്ന്. ഹെബ്രായർ 6:6 സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സംഭവിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് കൊലോസോസ് 1:24 പൗലോസിൻ്റെ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളുമായി ചേരുമ്പോൾ അവയ്ക്ക് അർത്ഥമുണ്ടെന്നാണ് അത് മനസ്സിലാക്കി തരിക. അതായത് സഭയാകുന്ന തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് കർത്താവ് സഹിച്ച പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു പൗലോസ് ശ്ലീഹ പറയുകയാണ്. ക്രിസ്തു തൻ്റെ പീഡാനുഭവ സമയത്ത് തൻ്റെ ശിഷ്യർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. സുവിശേഷത്തിൽ കാണുന്ന ഈ പ്രസ്താവനകൾ നമ്മുടെ സാധാരണ ചിന്താഗതിയെ വെല്ലുവിളിക്കുകയാണ്. ഭൂതകാലത്തെ വർത്തമാനകാലത്തിൽ നിന്നും പൂർണ്ണമായും വേർപെടുത്തുക സാധ്യമല്ലെന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, നമുക്ക് കാണിച്ചു തരികയാണ്. സുവിശേഷം അതിൻ്റെ എല്ലാ സമ്പന്നതയിലും നമ്മുടെ പ്രാർത്ഥനാപൂർവമായ ധ്യാനത്തിന് വേണ്ടി മാത്രമല്ല,
നമ്മുടെ സ്നേഹപ്രവൃത്തികളിലും നമ്മുടെ ആന്തരിക ജീവിതത്തിലും അതിൻ്റെ യാഥാർത്ഥ്യം അനുഭവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കാൻ കൂടിയാണ്. ദൈവത്തിൻ്റെ വചനം, ഈ സുവിശേഷം എന്ന് പറയുന്നത്, നമുക്ക് എത്ര തവണ ഞാൻ സുവിശേഷം വായിച്ചു തീർന്നു എന്നതിനേക്കാൾ ഉപരി എത്ര തവണ എഴുതാൻ എനിക്ക് സാധിച്ചു എന്നതിനേക്കാൾ ഉപരി അതൊക്കെ നല്ലതാണ്. അതിൻ്റെ എല്ലാ സമ്പന്നതയിലും നമ്മൾ ചെയ്യുന്ന സുവിശേഷത്തോട്, വിശുദ്ധ ഗ്രന്ഥത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് കാണിക്കുന്ന എല്ലാ സമ്പന്നതയിലും അത് പ്രാർത്ഥനാപൂർവമായ ധ്യാനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അതിൻ്റെ അപ്പുറം ആന്തരികമായ ജീവിതത്തിലൊരു യാഥാർത്ഥ്യം നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കണം. ഈശോയുടെ സ്നേഹമാകുന്ന, നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് നമ്മുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന, ബലിയായി തീർന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹപ്രവൃത്തിയെക്കുറിച്ച് നമ്മുടെ ആന്തരിക ജീവിതത്തിൽ ധ്യാനിച്ച് ഒരു ഈശോയുടെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കാനായി, അങ്ങനെ ഒരു സ്വയം സമർപ്പണം, ആത്മസമർപ്പണം, അങ്ങനെ മുൻപത്തെ ഖണ്ഡികയെ നമ്മൾ കണ്ടതുപോലെ ഒരു പുതിയ ആത്മീയ പാതയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നമ്മളെ പ്രാപ്തരാക്കാൻ കൂടി ഉള്ളതാണ് ഈ സുവിശേഷമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഐക്യമുണ്ട്. അത് രണ്ടിനും ഐക്യമുണ്ട്. ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിനുമുള്ള ഐക്യം നാം മനസ്സിലാക്കണം. അവൻ മരിച്ചു എന്നുള്ളതല്ല, അവൻ പുനരുത്ഥാനം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇത് രണ്ടും നമുക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ മരിച്ച് അവനിൽ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. ഈശോയോടൊപ്പം മരിക്കാനും ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നതാണ്. ഈശോയുടെ മരണത്തെ തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല, പുനരുത്ഥാനത്തെ തന്നെയും നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഐക്യപ്പെട്ടാ പോവുക. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അവനെക്കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് വരുമ്പോൾ ഈശോയെ തന്നെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും രഹസ്യത്തെ സംബന്ധിച്ചോളം ഇത് തീർച്ചയായും ശരിയാണ്. ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ കഷ്ടപ്പാടുകളിലും ശക്തിയിലും മാത്രമല്ല, അവൻ്റെ ഉയർത്തെഴുന്നേറ്റ ജീവിതത്തിലും അവനുമായി നാം ആസ്വദിക്കുന്ന സമാശ്വാസവും സൗഹൃദവും എന്ന ഐക്യത്തിലേക്ക് കൂടി നമ്മൾ വരണം. ഈ തിരുഹൃദയ ഭക്തിയിലേക്ക് നമ്മൾ ആഴപ്പെട്ടു പോകുമ്പോൾ ഒരു കാരണവശാലും ഈശോയുടെ മരണം കൊണ്ട് ഈ തിരുഹൃദയ ഭക്തി തീർന്നു പോകരുത്. അതിനൊരു സാധ്യത പരിശുദ്ധ പിതാവ് കാണുകയാണ്. ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് മാത്രം ധ്യാനിച്ചുകൊണ്ട് ഈശോ തിരുഹൃദയ ഭക്തി നമുക്ക് വളരാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറം ഉദ്ധാന അനുഭവത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും നമ്മൾ കാണേണ്ടതുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, ഉദ്ധിതനായ ഈശോയുടെ മുറിവുകൾ, ആ മുറിവുകൾ ഉള്ളതുകൊണ്ടാണ് ഈശോയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. തോമാസ് സ്ലീഹായെ തിരിച്ചറിയാൻ സാധിച്ചു, മറ്റെല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചത് ഉദ്ധിതനായ ശേഷവും അവൻ്റെ ശരീരത്തിലുള്ള മുറിവുകളുടെ പാടുകളാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നമുക്ക് രണ്ടായി കാണാൻ പറ്റില്ല, അത് ഐക്യപ്പെട്ടാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അത് നവീകരിക്കപ്പെട്ട, രൂപാന്തരപ്പെട്ട മുറിവുകളാണ്. വിശ്വാസാനുഭവത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് ഉപയോഗിക്കുന്ന കാലികമായ വേർതിരിവുകൾ നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് കാലത്ത് കുറേ അതാണ് ബുദ്ധി കൊണ്ടൊക്കെ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ. വിശ്വാസാനുഭവത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം പരിശുദ്ധ പിതാവ് 2-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിന് ആരംഭഭാഗത്തൊക്കെ പറയുന്നുണ്ട്, ഇതൊരു വീണ്ടും ചൂണ്ടുവിരലാണ്. ഈശോ തിരുഹൃദയത്തുള്ള പടങ്ങളും തിരുഹൃദയ രൂപങ്ങളുമെല്ലാം വിരൽ മാത്രമേ ആകുന്നുള്ളൂ. ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും കാലാതീതമായ അല്ലെങ്കിൽ കാലത്തിൻ്റേതായ ചില വേർതിരിവുകൾ പെട്ടുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ ഭക്തി അനുഭവിച്ചറിയാൻ വേണ്ടി ഈശോയുടെ കുരിശുമരണത്തിൽ തന്നെ തങ്ങി നിൽക്കരുത്, അല്ലെങ്കിൽ പുനരുത്ഥാനത്തിൽ തന്നെ തങ്ങി നിൽക്കരുത്. ഇത് രണ്ടിനെയും നമുക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് ഐക്യത്തോടെ കൊണ്ടുപോകണമെന്ന കാര്യം കൂടി
പരിശുദ്ധ പിതാവ് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ കണ്ടത്. നൂറ്റി 157 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പെസഹ രഹസ്യത്തിൻ്റെ ഏകത്വമാണ് അവിടെ വിശദമാക്കുക. ഈ ഖണ്ഡികയിൽ സ്വാന്തനത്തിൻ്റെ ഭക്തിയുടെ ആഴവും അതിൻ്റെ സാമൂഹിക മാനവും സൂചിപ്പിക്കുകയാണ്. പെസഹ രഹസ്യത്തിൻ്റെ അഭിവാജ്യവും പരസ്പര പൂരകങ്ങളുമായ 2 വശങ്ങളിൽ പെസഹ രഹസ്യത്തിൻ്റെ ഏകത്വം നാം കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആശ്വാസത്തിനായി നമ്മൾ ചില കഷ്ടപ്പാടുകൾ അവന് സമർപ്പിക്കുമ്പോൾ അവൻ്റെ പെസഹ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ അത് പ്രകാശിക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ ക്രിസ്തു മനുഷ്യജീവിതത്തിൽ പങ്കുചേരുവാൻ ആദ്യം തിരഞ്ഞെടുപ്പ് നടത്തിയതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഈ രഹസ്യത്തിൽ നമുക്ക് പങ്കുചേരാനായത്. വളരെ സ്നേഹപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യജീവിതത്തിൽ പങ്കുചേരാനായിട്ട് ഈശോ ആദ്യം തിരഞ്ഞെടുപ്പ് നടത്തിയതുകൊണ്ടാണ് നമ്മുടെ ഈ മാനുഷിക ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ രഹസ്യത്തിൽ, ഈശോയുടെ ഈ പെസഹ രഹസ്യത്തിൽ നമുക്ക് പങ്കുചേരാനാണ് സാധിച്ചത്. അപ്പോൾ നമ്മളെ ഒന്നാക്കി തീർക്കാൻ വേണ്ടി ഈശോയുടെ പെസഹ രഹസ്യത്തിൽ നമ്മെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടി അവിടുന്ന് ആദ്യം തിരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ടാണ്, അതായത് മനുഷ്യനാകാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ മാലാഖമാരുടെ ഇടയിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയുള്ള പാപപരിഹാരം ചെയ്തിരുന്നുവെങ്കിൽ നമുക്കായ ജീവിത രഹസ്യത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. പിന്നീട് തൻ്റെ ശരീരമാകുന്ന സഭയിൽ അനുഭവിക്കേണ്ടത് ശിരസ്സെന്ന നിലയിൽ ആദ്യം അനുഭവിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഈശോ സഭയുടെ ശിരസ്സാണെന്നും സഭ ഈശോയുടെ ഭൗതിക ശരീരമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. നമ്മുടെ മുറിവുകളും നമ്മുടെ ആശ്വാസവും അറിയാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവൻ പൂർണ്ണ മനുഷ്യനായി തീർന്നത്. നാം ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ പരസ്പരമുള്ള ഈ പങ്കുവയ്ക്കൽ നമുക്കൊരു ആത്മീയ അനുഭവമായി മാറും. ദൈവം മനുഷ്യനായി പിറന്നതും അല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ചതും ഈ മനുഷ്യനായി നിന്നുകൊണ്ട് അവൻ്റെ ഈ രക്ഷാദായകമായ പീഡാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ആ പീഡാനുഭവങ്ങളുടെ യോഗ്യത മനസ്സിലാക്കാൻ സാധിച്ചതും, അങ്ങനെ നമ്മെ ആദ്യം സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ രൂപം ആദ്യം ഏറ്റെടുത്തുകൊണ്ട് അവൻ നമ്മെ തൻ്റെ ആ പെസഹ രഹസ്യത്തിൽ പങ്കുവരാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവകൃപയിൽ ജീവിക്കുമ്പോഴേ പറ്റുകയുള്ളൂ. ദൈവകൃപയിൽ ജീവിക്കുന്നവന് ഈ പരസ്പരമുള്ള പങ്കുവയ്ക്കൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം മനുഷ്യനായി പിറന്നതും മനുഷ്യനെ ഈ പെസഹ രഹസ്യങ്ങളോട് ചേർത്ത് നിർത്തിയതും മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ദൈവകൃപയിൽ ജീവിക്കണം. ഈ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ പരിശുദ്ധ പിതാവ് പറയാവുന്ന കാരണം ഇതൊക്കെ ആദ്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത പോലുമില്ല. ദൈവകൃപയിൽ ജീവിക്കണം. ഈ ഒരു ഭാവം അത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തെ ചിട്ടയായിട്ട് വളരെ ഭംഗിയായി നമ്മുടെ ഒരു ആത്മീയ പാതയിലേക്ക് നയിക്കാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് പരിശുദ്ധ പിതാവിൻ്റെ ബുദ്ധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ദൈവം തന്നെ ആഗ്രഹിച്ച വലിയ പരിശുദ്ധ പിതാവിലൂടെ ദൈവം നൽകുന്ന വലിയൊരു കൃപയുടെ ക്ഷണമാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ കൃപയുടെ പ്രവർത്തനത്താൽ പെസഹായുടെ രഹസ്യത്തെ നമ്മെ ഒന്നിപ്പിക്കുകയാണ്. വീണ്ടും തൻ്റെ പീഡാനുഭവത്തിൽ മനുഷ്യനായി പിറന്നവൻ പീഡാനുഭവത്തിൽ ഒന്നിച്ചു ചേർത്തു. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ കൃപയുടെ പ്രവർത്തനത്താൽ പെസഹായുടെ രഹസ്യത്തിലും ഒന്നിപ്പിക്കുകയാണ്. വിശ്വാസികൾ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുകയും അതേസമയം കർത്താവിനെ പീഡാനുഭവത്തിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങളാണിത് മനസ്സിലാക്കുക. പറഞ്ഞൊരു 2 കാര്യവും മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. ക്രിസ്തുവിൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അങ്ങനെ വിശ്വാസി പുനരുദ്ധാന സന്തോഷം അനുഭവിക്കുകയും കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസിക്ക് ഈ ഈശോയുടെ ഹൃദയത്തിൻ്റെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ സ്വന്തം കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും നിരാശകളും ഭയങ്ങളുമെല്ലാം അവന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവൻ്റെ പീഡാസഹനങ്ങൾ അവർ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സ്വാന്തനത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു പീക്ക് പോയിന്റിലേക്ക്, മൂർത്തഭാവത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ കഷ്ടപ്പാടുകളിൽ, അതായത്
ഈശോയുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന പുനരുത്ഥാനത്തിന് സന്തോഷം അനുഭവിക്കുകയും അതേസമയം കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക്, ഇപ്പം നമ്മൾ പുനരുത്ഥാന അനുഭവത്തിലാണ്. ഈശോ പുനരുത്ഥാനം ചെയ്തു, മരണത്തെ പരാജയപ്പെടുത്തി പുനരുത്ഥാനം ചെയ്തവൻ നമ്മുടെ കൂടിയാണ്. അതിൻ്റെ സന്തോഷം അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ കാലത്തിനതീതമായി സഞ്ചരിച്ചുകൊണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളിലേക്ക് പങ്കുചേരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് അവൻ്റെ സ്വന്തം കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും നിരാശകളും ഭയങ്ങളും ആകുലതകളും എല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അവൻ്റെ പീഡാനുഭവങ്ങളിൽ പങ്കുചേരാനായിട്ട് സാധിക്കും. പരിശുദ്ധ പിതാവ് പറയുന്നതാണ്, അങ്ങനെ നമ്മുടെ വേദനകളെയും സന്തോഷങ്ങളെയും ഒക്കെ ഒരു ആത്മീയ കാഴ്ചപ്പാടോടെ കണ്ട് ഈശോയുടെ ഈ പീഡാനുഭവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ കൽവരിയിലേക്ക് നമ്മളും ചേരുകയാണ്. അത് നമ്മളെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും ഒരു പുനരുത്ഥാന അനുഭവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ്. പരിശുദ്ധ പിതാവ് വളരെ വ്യക്തമായിട്ട് ഒരു ആത്മീയ പാതയുടെ വഴി നമുക്ക് വളരെ വ്യക്തമായി തെളിച്ച് തരുന്നതാണ് നമ്മൾ ഈ ഖണ്ഡികയിലൂടെ കാണുക, അല്ലെങ്കിൽ ഈ സ്വാന്തനത്തിൻ്റെ ഭക്തി എന്ന ഒരു കാര്യത്തിലൂടെ കാണുക. അതിൽ രണ്ട് കാര്യം നമ്മൾ കണ്ടിരുന്നു. കുരിശിലെ സ്നേഹവും അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ യുക്തിയും എന്ന കാര്യത്തിൽ ഒരു ഒറ്റപ്പെട്ട വ്യക്തി എന്ന നിലയിലല്ല സഭാമക്കൾ ഇത് അനുഭവിക്കുന്നത്. കാരണം ഏത് സമയത്തും എവിടെ വെച്ചും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേരുന്ന തീർത്ഥാടകരായ ദൈവജനം എന്ന നിലയിൽ അവരുടെ കഷ്ടപ്പാടുകൾ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കൂടിയാണ്. നമ്മൾ സെൻസൂസ് വിധേലിയും കണ്ടിരുന്നു. അത് ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഒറ്റപ്പെട്ട വ്യക്തി എന്ന നിലയിലല്ല ഇത് വിശ്വാസികൾ അല്ലെങ്കിൽ സഭാമക്കൾ ഇത് അനുഭവിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ്, സഭയുടെ പഠിപ്പിക്കൽ വഴിയാണ്, അംഗീകരിക്കൽ വഴിയാണ്. എങ്കിലും ഇത് വ്യക്തിപരമായൊരു സ്നേഹമാണ്, ഈശോയുടെ വ്യക്തിപരമായ ഒരു അടുപ്പമാണ്. എങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ ഒറ്റയ്ക്കല്ല ഇത് നമ്മൾ അനുഭവിക്കുക. ഒരു തീർത്ഥാടക സമൂഹം എന്ന നിലയിൽ ആണിത് അനുഭവിക്കുക. അപ്പോൾ സ്വാന്തനത്തിൻ്റെ ഭക്തി ഒരു തരത്തിലും ഒരു ചരിത്രപരമായ ഒരു കാര്യമല്ല, അമൂർത്തമായ ഒന്നല്ല. സഭയുടെ തീർത്ഥാടന ചരിത്രത്തിൽ അത് മാംസവും രക്തവുമായി മാറുകയാണ്. അതായത് ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവുമായി മാറുകയാണ്. വീണ്ടും പറയുന്നു, കാലത്തിനൊക്കെ അതീതമായി വീണ്ടും ആ കാൽവരിയുടെ അനുഭവത്തിലേക്കും അതുപോലെ തന്നെ അതേസമയം പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്. ഈ ഖണ്ഡികയിലൂടെ അല്ലെങ്കിൽ ഈ ഇന്നത്തെ പഠനത്തിലൂടെ പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുക, ആ സന്തോഷം അനുഭവിക്കുക. അതോടൊപ്പം തന്നെ ഈശോയുടെ പീഡാനുഭവങ്ങളുടെ യോഗ്യത നമ്മൾ സ്വന്തമാക്കുകയും അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുക. നമ്മുടെ അനുദിന കുരിശുകളെ, വേദനകളെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കാൽവരിയോട് ചേർത്ത് വയ്ക്കുക. അങ്ങനെ ഒരു പുതിയ ആത്മീയ പാത സ്വന്തമാക്കാനായിട്ടാണ് പരിശുദ്ധ പിതാവ് നമ്മെ ക്ഷണിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഈ സ്വാന്തനത്തിൻ്റെ ഭക്തി എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നാളെ നമ്മൾ തുടരുന്നുണ്ട്. എങ്കിലും നമുക്ക് ക്ലാസ് ഓരോ ദിവസവും കേൾക്കുവാനുള്ള ക്ലാസ്സുകളുടെ ക്രമീകരണം എന്ന നിലയിൽ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിന്ന് സമാപിപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.